അങ്ങനെ പുടവ കൊണ്ടുപോകാനുള്ള ബാഗെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടിയുള്ള അമ്മയുടെ ഔട്ട്ഫിറ്റ് ഇതാട്ടോ. ഇന്നത്തെ ഫംഗ്ഷന് നമുക്ക് വലിയ റോളൊന്നുമില്ല കേട്ടോ. ചെക്കൻ്റെ പെങ്ങന്മാർക്ക് മാത്രമാണ് ഇന്നത്തെ ഫംഗ്ഷന് മെയിൻ റോള്. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും പോകുന്നില്ല. ചെക്കൻ്റെ പെങ്ങന്മാരായ ഇവർ 3 പേരാട്ടോ പോകുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ കല്യാണ തലേന്ന് ചെക്കൻ്റെ പെങ്ങന്മാരെല്ലാവരും കൂടി നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ വെച്ചാണ് ചെക്കൻ്റെ പെണ്ണിന് പുടവ കൊടുക്കുന്നത്. അതായത് നാളെ കല്യാണത്തിന് കൊടുക്കാനുള്ള സാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയും സ്മിതാമ്മയും ആര്യ ആൻറ്റിയും ചെക്കൻ്റെ അളിയനും പിന്നെ കുഞ്ഞും ഇവനാണെങ്കിൽ അവസാന നിമിഷമായിട്ട് പോകാൻ വേണ്ടി റെഡിയാവണമെന്ന്. കാരണം എല്ലാവരും കൂടി പോകണപ്പോഴത്തേക്കും ഇവനും ഭയങ്കര ഉത്സാഹം പോകാനായിട്ട്. അങ്ങനെ ഓടിച്ചാടി അവനും പോയിട്ട് അവരുടെ കൂടെ. അവരെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഒരു 6:30 ആയപ്പോഴാണ് ഞാൻ അഞ്ജിതയുടെ വീട്ടിലേക്ക് പോകുക കേട്ടോ. അപ്പം ഇവനാണെങ്കിൽ എന്നെ അവിടെ കൊണ്ട് ആക്കി തരികയും ചെയ്തു. ഇവളാണെങ്കിൽ എനിക്കിന്ന് മൈലാഞ്ചി ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനായിട്ട് നമ്മൾ നോക്കിയത്. അപ്പോൾ ചെറിയൊരു താമര അത്രയും മതി എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഒരു കയ്യിലാണെങ്കിൽ മണിക്കൂറിനാട്ടോ വരച്ച് നോക്കണേ പേന വെച്ച് വരച്ച ശരിയാവും എന്നൊക്കെ പറഞ്ഞു. ഇവളാണെങ്കിൽ ഫസ്റ്റ് ടൈമായിട്ട് മൈലാഞ്ചി ഇടാൻ വേണ്ടി പോകുന്നത്. അതും എൻ്റെ കയ്യിലായിട്ട് ഇവളുടെ പരീക്ഷണം. 2 കയ്യിൽ ഞാൻ മൈലാഞ്ചി ഇടുന്നു കേട്ടോ. മൈലാഞ്ചി ഇടാറിയാമ്പെന്ന് പറഞ്ഞ ആളായിരുന്നു. അവളെനിക്ക് സൂപ്പറാക്കി തന്നെ എൻ്റെ കൈ തന്നു കേട്ടോ മൈലാഞ്ചി ഇട്ടിട്ട്. ലാസ്റ്റ് ഡേ ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ഔട്ട് എന്ന് പറയണത് കേട്ടോ. മൈലാഞ്ചി എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം കഴുകിയിട്ടോ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്താണെങ്കിൽ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓനാമയോട് വാരിത്തരാൻ പാടെ എൻ്റെ കയ്യിൽ മൈലാഞ്ചിയാണെന്നും പറഞ്ഞു. ഇന്ന് രാത്രി എല്ലാവരും തന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് പോയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ 8:30 ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങണത്. കാരണം 9:30 കല്യാണത്തിൻ്റെ മുഹൂർത്തം. സോ എല്ലാവരും തന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് പോയി കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.